അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഇയാളെ പിടികൂടി എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ അതിന് പിന്നിൽ ആരെങ്കിലും ഇല്ലാതെ സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. കാരാഗൃഹത്തിന്റെ എല്ലാ വാതിലുകളും കണ്ണടച്ചും കൈനീട്ടിയും കൊടുക്കാൻ ഇത് പുരാണമൊന്നുമല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സംവിധാനം എങ്ങനെയാണ്? ഒരു കൊടും കുറ്റവാളിയെ വിചാരണ കോടതിയും ഉപരികോടതിയും വധശിക്ഷ വിധിച്ച ഒരാളെ പരമോന്നത കോടതി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. വധശിക്ഷയിൽ നിന്നൊരു കുറ്റവാളിയെ ഒഴിവാക്കുന്ന സമയത്ത് അയാൾ ഒരിക്കലും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമെന്ന ഉറപ്പിന്റെ പേരിലാണ് അത് ഉണ്ടാക്കുന്നത്. ആ ഉറപ്പില്ലാതെ പോകുന്നതിന് എന്താണ് പരിഹാരം? ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഹൈക്കോടതി അത് ശരിവെച്ചു. വളരെ പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തീകരിച്ചു. അതിനുശേഷം ഡെത്ത് റഫറൻസ് ഹൈക്കോടതിയും വളരെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചു. സുപ്രീം കോടതി വാദം കേട്ടതിന് ശേഷം ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വധശിക്ഷ ഒഴിവാക്കി. പക്ഷേ ജീവപര്യന്തം തടവ് തന്നെയാണ്. ജീവപര്യന്തം തടവ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമമാകുമ്പോൾ അത് എൻ്റയർ ലൈഫ് തന്നെയാണ്. ഒരു തരത്തിലുള്ള റിമിഷനോ എക്സംഷനോ കിട്ടാനുള്ള സാഹചര്യമില്ല. അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ കൂടിയാണ് കണ്ണൂർ ജയിൽ. ആ ജയിലിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ജയിൽ ചാടണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, ഒരു മോട്ടീവ് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അത് ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. പ്രത്യേകിച്ച് CCTV കവറേജ് ഉണ്ട്. അത് ഓരോ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് വെച്ചാൽ പല ടവറുകളാണ്. ആ ടവറുകൾക്കിടയിൽ പല ബ്ലോക്കുകളാണ്. ടവർ ഡ്യൂട്ടിയുള്ള ആളുണ്ട്, ബ്ലോക്ക് ഡ്യൂട്ടിയുള്ള ആളുണ്ട്. അതുപോലെ തന്നെ CCTV നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുണ്ട്, രാത്രിയും പകലും ഒരേപോലെ ഡ്യൂട്ടിയിൽ. അപ്പോൾ എത്ര പ്ലാനിങ്ങോട് കൂടി ജയിൽ ചാടാൻ ശ്രമിച്ചാലും അത് CCTV ഫുട്ടേജിൻ്റെ ഭാഗമായി ക്യാച്ച് ചെയ്യപ്പെടുകയും അത് അതാത് സമയം ഡ്യൂട്ടിയുള്ള ആളുകൾ കണ്ടെത്തേണ്ടതുമാണ്. ഇവിടെ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ജയിലിൻ്റെ ഭിത്തി കയറി ഏറ്റവും മുകളിൽ ചെന്ന് മതിൽ ചാടുന്നത് ക്വാറന്റൈൻ ബ്ലോക്കിലേക്കാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വീണ്ടും അത് തിരിച്ചു കയറുന്നു. അതിനുശേഷം ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ അവിടെ വന്ന് വീണ്ടും പുതപ്പുകൾ കൂട്ടിക്കെട്ടി മറ്റൊരു മേഖലയിലേക്ക്, റോട്ടിലേക്ക് ചാടുന്ന തരത്തിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. കൃത്യമായി അത് CCTVയിൽ ഉണ്ട് എന്ന് ഇദ്ദേഹം ജയിൽ ചാടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം CCTV പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട്. ഏതായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും ജയിലിൽ നിന്ന് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജയിൽ വകുപ്പ് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. ടവർ ഓഫീസർ ചുമതലയുള്ള ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഡ്യൂട്ടിയുള്ള അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, CCTVയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺട്രോളിംഗ് റൂമിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രസണർ അടക്കമുള്ളവരെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചനയുണ്ടോ, ഇതിന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഈ ഗോവിന്ദചാമി കിടക്കുന്ന റൂമിൽ തന്നെ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതിയുണ്ട്. ആ പ്രതി ആ റൂമിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും രാത്രി ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ആ പ്രതി കാണേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ആരുടെയെങ്കിലും ഒരു പ്രിപ്പറേഷനോ സഹായമോ ഉണ്ടായിട്ടുണ്ടോ? ഇത്രയധികം പുതപ്പുകൾ കൂട്ടിക്കെട്ടാനുണ്ടായ സാഹചര്യം എന്താണ്? അതെങ്ങനെ കിട്ടി? അലക്കാനിട്ടിരിക്കുന്ന തുണി എന്നെല്ലാമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ഇത്തരത്തിലുള്ള സാഹചര്യം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ആരെങ്കിലും പേർ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടോ മറ്റ് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും. ഏതായാലും 3-3.5 മണിക്കൂർ കൊണ്ട് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നാട്ടുകാരും പോലീസും മാധ്യമപ്രവർത്തകരും എല്ലാം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഇവിടെ ഇപ്പോൾ സൗമ്യയുടെ അമ്മ പങ്കുവച്ചതുപോലെ ആശങ്ക, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ പങ്കുവച്ചതുപോലെ നിരവധി അമ്മമാർക്ക് രാവിലെ വലിയ തരത്തിലുള്ള ആശങ്കയും പേടിയും ഭയവും എല്ലാം ഉണ്ടാക്കി. സമൂഹം ഒന്നാകെ തന്നെ ഇറങ്ങുകയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെല്ലാം ഇവിടെ മാധ്യമപ്രവർത്തകർ വിശദീകരിച്ചതുപോലെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രവർത്തിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതിൻ്റെ കാരണം വിശദമായി തന്നെ പോലീസും പ്രസന്റ് അതോറിറ്റിയും പരിശോധിക്കും. ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും.